മൺഡേ കമന്റ് ബോക്സിന്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആദ്യത്തെ കമന്റ് വായിക്കാം. ATSA എന്ന ആളുടെയാണ്. ഹൗ ടു ഫൈൻഡ് ദ പൊളാരിറ്റി ഓഫ് ട്വിറ്റർ. അപ്പൊ ട്വിറ്ററിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ ബ്രാൻഡഡ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. അതിന് നോക്കിയാൽ മതി. ലോക്കൽ ടൈപ്പ് ആണെങ്കിൽ അതിന് പൊളാരിറ്റി ഉണ്ടാവില്ല, അതിന്റെ വാട്സ് റേറ്റിംഗും കറക്റ്റ് ആയിരിക്കില്ല, അതിൽ എല്ലാം കണക്കായിരിക്കും. നമുക്കൊരു തരം ഒരു ട്രബിൾ എഫക്റ്റ് കേൾക്കാൻ നിന്നല്ലാതെ കൃത്യമായ പൊളാരിറ്റി കണ്ടുപിടിക്കാനില്ല. പൊളാരിറ്റി വലിയ കറക്റ്റായി കൊടുത്തിട്ടും വലിയ കാര്യമില്ല. ഇനിയിപ്പോ ലോക്കൽ എന്നല്ലാതെ അപ്പൊ ഈ ഒരു പഴയ മോഡൽ SRC ട്വിറ്ററാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ടൈപ്പിന്റെ മുകളിലും വലിയ പൊളാരിറ്റി മാർക്കൊന്നുമില്ല. അപ്പൊ നമുക്ക് ഏകദേശം അറിയാം, നമ്മൾ കോയിൽ തള്ളിച്ച് നോക്കി ഏകദേശം കൊടുക്കുക ചെയ്യാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ബ്രാൻഡഡ് വാങ്ങുമ്പോൾ മാത്രമേ കൃത്യമായ പൊളാരിറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പൊളാരിറ്റി മാർക്കുള്ള ഏതെങ്കിലും ട്യൂട്ടർ പോയി വാങ്ങും. അത് നാട്ടിൽ ചൈനയുടെ സാധനത്തിലും പൊളാരിറ്റി മാർക്കുള്ളതുണ്ട്. അല്ലാതെ കണ്ടുപിടിക്കാൻ ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് എനിക്കത് വലിയ ഐഡിയ ഇല്ല. അടുത്ത കമന്റ് നമ്മുടെ സോണിയുടെ ട്വീറ്റ്, ആ ഒരു ഹോം തിയേറ്റർ നമ്മൾ റിവ്യൂ ചെയ്തില്ലേ, ആ ഒരു പഴയ ഹോം തിയേറ്റർ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ അശ്വിൻ വിത്ത് ലവ് എന്ന ആളുടെയാണ് കമന്റ്. ഇത് സോണിയുടെ ഒറിജിനൽ തന്നെയാണോ? ഇത് 5.1 സെയിം സിസ്റ്റം എന്റെ അടുത്തുണ്ട്, ബട്ട് അതിന്റെ ഡിസൈൻ ഇങ്ങനെയല്ലല്ലോ. മാത്രമല്ല അതിന്റെ ടവറിൽ ഒന്നിൽ കൂടുതൽ സ്പീക്കർ ഉണ്ടല്ലോ, പിന്നെ ട്വീറ്റേഴ്സും ഉണ്ട്. വളരെ ശരിയാണ്. ആ ടവർ സ്പീക്കർ മാത്രമാണ് ഞാൻ അതിൽ കാണിച്ചത്. അപ്പൊ ആ ടവർ സ്പീക്കർ നിങ്ങൾ അയച്ച് നമ്മൾ ടവർ എന്ന് പ്രതീക്ഷിക്കുമ്പോൾ, അതായത് നമ്മൾ ടവർ സ്പീക്കർ വാങ്ങുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? അതിൽ മൾട്ടിപ്പിൾ സ്പീക്കർ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കും. നമ്മൾ വാങ്ങുമ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് വാങ്ങുന്നത്. അത് കേൾക്കുന്നതും നമ്മളൊക്കെ ആ ഫീലില്ല. അതിൽ 4 സ്പീക്കറോ 3 സ്പീക്കറോ 2 സ്പീക്കറോ ഉണ്ട്, അതിൽ ട്വിറ്റർ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അത് പ്ലേ ചെയ്യുന്നതും അത് വാങ്ങുന്നതും അത് ഉപയോഗിക്കുന്നതും. അപ്പൊ നമ്മൾ അത് അയച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരു സ്പീക്കറേ ഉള്ളൂ എന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞില്ലേ? അപ്പൊ അതാണ് അതിലെ സംഭവം. അപ്പൊ അതാണ് ഞാൻ അതിൽ കാണിച്ചത്. അല്ലാതെ ആ ബ്രാൻഡ് മോശമാണോ അങ്ങനെയൊന്നും നമ്മൾ അതിൽ ഉദ്ദേശിച്ചില്ല. നമ്മൾ ടവർ സ്പീക്കർ എന്നുള്ള ആ ഒരു അപ്പിയറൻസ് കണ്ടിട്ട് അത് വാങ്ങുമ്പോൾ അതിൽ ടവർ സ്പീക്കറിന്റെ എല്ലാ സ്പെഷ്യാലിറ്റി, എല്ലാ സ്പെസിഫിക്കേഷനും അതിൽ ഉണ്ടാവണം. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന്റെ യഥാർത്ഥ പെർഫോമൻസ്, ടവറിന്റെ പെർഫോമൻസ് വരുള്ളൂ. അപ്പൊ നിങ്ങൾ അതിൽ അയച്ചപ്പോൾ ചിലർ പറഞ്ഞു അത് റെസൊണൻസ് ചേംബർ ആണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ വ്യക്തമാക്കിയത് അങ്ങനെയല്ല. ഈ വ്യക്തി പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള ഒറിജിനൽ ഒരുപാട് സോണികളുണ്ട്. അപ്പൊ ഇത് ചൈന സോണി ആണെന്ന് പലരും അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ ഉദ്ദേശിച്ചത് അതല്ല. പലരും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ടവർ സ്പീക്കർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വേണ്ടതെന്ന് ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അടുത്ത കമന്റ് ലിജാസ് ടിപ്സ് എന്ന ആളുടെയാണ്. അതായത് വീഡിയോ കൂടുതൽ HD ക്ലാരിറ്റി ആക്കിയാൽ നന്നായിരുന്നു ചേട്ടാ. വീഡിയോ HD ക്ലാരിറ്റി ആക്കാൻ എത്രയോ താല്പര്യമുണ്ട്. എനിക്ക് ഒരു 4K വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്നാണ് താല്പര്യം. പക്ഷെ നിങ്ങൾ എന്റെ ഈ ഫോൺ നോക്കുക. ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ ഈ കാണുന്നതാണ്. ഈ ഫോൺ MIയുടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു തകർന്ന ഫോണാണ്. ഇത് വെച്ചാണ് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നത്. ഇതിനകത്തൊരു ഭാഗമില്ല, ഡിസ്പ്ലേ ഇല്ല, ടച്ച് പൊട്ടിയുണ്ട്, ബാറ്ററി കംപ്ലൈന്റ് ഉണ്ട്, അങ്ങനെ എല്ലാവിധ കുഴപ്പങ്ങളും ഇതിനുണ്ട്. അതുകൂടാതെ ഇപ്പൊ ഇത് ഞാൻ ഈ കമന്റ്സ് വായിക്കുന്ന ഫോൺ, ഇതൊരു സാംസങ്, നമ്മുടെ പഞ്ചായത്തൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫോണാണ്. അപ്പൊ ഇത് വെച്ചാണ് ഞാൻ ഈ കമന്റ്സ് വായിക്കുന്നത്, മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. അതും പൊട്ടി ബാക്കപ്പ് ഒന്നും ഇല്ലാത്ത ഒരു ഫോണാണ്. അപ്പോൾ ഇത്രയും ക്ലാരിറ്റി, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഇന്റൽ സെൽറോൺ പ്രോസസറുള്ള ഒരു പഴയ പൊട്ടിയ ലാപ്ടോപ്പും വെച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം കാര്യങ്ങൾ സെറ്റപ്പ് ആയാൽ ഞാൻ പറഞ്ഞല്ലോ 4K വീഡിയോ ഞാൻ തരും, അടിപൊളി വീഡിയോസ്, അടിപൊളി ക്ലാരിറ്റിയിൽ നല്ല സാധനം തരും. ഇപ്പൊ ഒന്ന് ചെറിയ തോതിൽ കുറച്ച് കാലം ഒന്ന് ക്ഷമിക്കുക, ഒക്കെ ശരിയാവും, ഒക്കെ ശരിയാക്കും. അതിനുള്ള ആഗ്രഹമുണ്ട്, അതിന് ശ്രമിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സഹായമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതെന്തായാലും അതിപ്പം നടക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. 50,000 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിക്കാൻ സാധിച്ചത് നിങ്ങളൊക്കെ എല്ലാവരുടെയും സഹായം, സപ്പോർട്ടൊക്കെയാണ്. അപ്പൊ അത് ഇനിയും ഉണ്ടാവുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും. അടുത്ത കമന്റ് നിഖിൽ ദേവ് എന്നാളുടെയാണ്. എന്ത് സന്തോഷമാ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ, നന്നായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ ഈ നെഗറ്റീവ് കമന്റ്സും ആ വിപ്ലവകരമായ കമന്റ്സ് മാത്രം എടുത്തിട്ട് മറ്റൊന്നും വായിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ കമന്റ് സെക്ഷനിൽ കുറച്ച് ആളുകളെ അപ്രിസിയേഷനും അഭിപ്രായങ്ങളും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഈ അഭിപ്രായം എടുത്തത്. അപ്പൊ നല്ല അഭിപ്രായം, നല്ല സന്തോഷമുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. മറ്റേത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അറിയുമ്പോൾ ആ ഒരു വിഷമം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് ഉപകാരമാവുന്നുണ്ട്, പലർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള മനസ്സിലായി, പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള മനസ്സിലായി. അപ്പൊ കൂടുതൽ നന്നാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ശ്രമിക്കുന്നതായി. അപ്പൊ ഒരുപാട് താങ്ക്സ്. അടുത്ത കമന്റ് മുഹമ്മദ് നിസാർ എന്ന ആളുടെയാണ്. വളരെ ശരിയാണ്. ഏതാ വീഡിയോ വെച്ചാൽ നമ്മുടെ ടെക്നീഷ്യന്മാരുടെ അവസ്ഥയുള്ള ആ വീഡിയോ വളരെ ശരിയാ. ഞാൻ ഗൾഫിൽ 34 കൊല്ലം ടെക്കായിരുന്നു. 100 കണക്കിന് പരാതികളാണ്. സന്തോഷത്തോടെ കൂലി പോലും തരില്ല. നമ്മുടെ ആ വീഡിയോ കണ്ടവർക്കും ആ വീഡിയോയിലെ കമന്റ്സ് വായിച്ചവർക്കും അറിയാം ഈ നാട്ടിൽ നമ്മളെ പോലുള്ള പണിക്കാർ അനുഭവിക്കുന്നത് എങ്ങനെയാണ്.
ഒരുവിധം മാക്സിമം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ സംഭവം അങ്ങനെയാണ്. പഠിക്കുന്നവരുടെയൊക്കെ ഒരുപാട് കമന്റ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി അങ്ങനെ ആ ഒരു പോയിന്റ് ചെയ്തത്. അതായത് പഠിക്കുന്നവർ ഇതും കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഈ പണി പഠിക്കേണ്ടതെന്നാണ്, നമ്മുടെ നാട്ടിൽ ഈ പണി പഠിക്കേണ്ടതെന്നാണ് എന്റെ ഇഷ്ടം. അടുത്ത കമന്റ് ആ ടിവിയിലെ ഐസോബാറിക് സബ് വൂഫറിനെ പറ്റിയുള്ള ആ വീഡിയോയിലാണ്. കാർത്തിക് കേസി എന്ന ആളുടെയാണ് ഈ കമന്റ്. ബ്രോ, ഈ വൂഫർ എങ്ങനെ ഒരു മ്യൂസിക് സിസ്റ്റവുമായി കണക്ട് ചെയ്യുക, വീഡിയോ ചെയ്യുമോ? എന്റെ പഴയ ടിവി ഒനീഡയുടെ വൂഫർ ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ പഴയ ഒരു ടിവിന്ന് അയച്ചെടുത്ത ഒരു വൂഫറാണത്. അപ്പൊ പലരും അത് അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു കമന്റുകളാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഫേക്ക് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണെന്നുള്ളത് ആ ഒട്ടിച്ച് വെച്ചത്. അപ്പൊ ഇത് അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് കണ്ടില്ലേ. അപ്പൊ ഇത് ഇങ്ങനത്തെ ഈ വൂഫർ ഉണ്ട് സാധാരണ പഴയ ടിവികളിലും ഉണ്ട്. പണ്ട് കാലത്ത് ഒരുപാട് ടിവികളിലും ഇറങ്ങിയിരുന്നു, അല്ലാതെ സബ് വൂഫർ ആയിട്ടും ഇറങ്ങിയിരുന്നു. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ അത്ര പ്രസക്തി ഇല്ല, അത്ര പ്രാധാന്യം ഇല്ല. ഈ സാധനത്തിന് അധികം ആൾ ഉപയോഗിച്ചില്ല, അധികം പ്രശസ്തമല്ല, അധികം ആൾക്കും അറിയില്ല, അല്ലെങ്കിൽ അത് താല്പര്യമില്ല. അത് വർക്കിംഗ് ഉണ്ടാവില്ല എന്നുള്ളതിനെ പറ്റിയുള്ള അനുഭവം ഇല്ലല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം ഫ്രണ്ട് ലോഡിങ്ങും അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിന്റെ റിവ്യൂ, അതിന്റെ ആമ്പ്, സാധാരണ സബ് വൂഫറിന്റെ ആമ്പ് വെച്ച് തന്നെ അത് പ്ലേ ചെയ്യുന്നത്. അപ്പൊ അത് അതിന്റെ ആ വീഡിയോന്റെ അകത്ത് അത് ഞാൻ പ്ലേ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞുതരാം. ബോസ്, നല്ല മഴ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കയറിയതാണ്, അതുകൊണ്ടാണ് ഇവിടെ അത്തേ കയറി. അടുത്ത കമന്റ് അജു എന്നാളുടെയാണ്. അസംബിൾഡ് എപ്പോഴും നോയ്സ് കൂടുതലും ക്ലാരിറ്റി കുറവും ഉണ്ടാവും, പക്ഷേ സൗണ്ട് കൂടുതലാകും. ബ്രാൻഡഡ് ക്ലാരിറ്റി ഉണ്ടാവും, നോയ്സ് തീരെ ഉണ്ടാവില്ല, പക്ഷെ സൗണ്ട് കുറവായിരിക്കും. നോയ്സ് മറ്റേതും നമ്മുടെ അസംബിൾ ചെയ്തതിൽ നമ്മൾ നോയ്സും ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അസംബിൾ ചെയ്തതിന്റെ ആ പവർ അല്ല കുറയുന്നു, നമ്മൾ അസംബിൾ ചെയ്തതിന്റെ ആ സൗണ്ട് ലൗഡ്നെസ് ആണ് കുറയുന്നത്. അപ്പൊ അത് ഒരുപാട് നോയ്സ് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കുറയുകയാണ് ചെയ്യും. അത് സൗണ്ട് കുറഞ്ഞിട്ടേ കിട്ടുള്ളൂ. അത്രയും സൗണ്ടിൽ എടുക്കുമ്പോൾ അത്രയും ചെലവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആ പവർഫുൾ ആക്കുമ്പോൾ അത്രയും വില വരുന്നത് ആ ബ്രാൻഡുകൾക്ക്. നമ്മൾ ക്വാളിറ്റി പാർട്സ് വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ക്വാളിറ്റി വർക്കിംഗ് കിട്ടും. അപ്പൊ അടുത്ത കമന്റ് തേജസ് KJ എന്ന ആളുടെയാണ്. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ചേട്ടന്റെ വീഡിയോ എല്ലാം ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ ലെഫ്റ്റ് സ്പീക്കർ സൈഡ് ചേട്ടൻ സംസാരിക്കുമ്പോൾ പതറുന്നുണ്ട്, അതെന്താണ്? അപ്പൊ അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുമ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്ന ആ ഫോണിൽ തന്നെയാണ് സൗണ്ടും റെക്കോർഡ് ആവുന്നത്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ സൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആ ഒരു സൈഡ് ലേശം വീക്കാണ് ആ ഫോണിൽ. അപ്പൊ എനിക്ക് എക്സ്റ്റേണൽ മൈക്കൊന്നും ഇല്ല ഇവിടെ ക്ലിക്ക് ചെയ്യാൻ. അപ്പൊ അതൊക്കെ വരാൻ പോകുന്നുള്ളൂ. അപ്പൊ എന്റെ സിറ്റുവേഷൻ ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പതറിച്ച ആ സൗണ്ടിൽ വരുന്നത്. അപ്പൊ ഈ അടുത്ത ആ ഒരു സ്റ്റെപ്പിൽ അടുത്ത മാസത്തേക്ക് ആകുമ്പോഴത്തേക്കും ഞാൻ ആ മൈക്കൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആവും. ഇപ്പൊ ഉള്ള ഈ ചെലമ്പിച്ച സൗണ്ടൊക്കെ അന്നേരം പോകും. അടുത്ത കമന്റ് യദുകൃഷ്ണൻ എന്ന ആളുടെയാണ്. ഹോം തിയേറ്ററിന്റെ USB സോക്കറ്റിൽ ഞാനൊരു ലൈറ്റ് കൊടുത്തു, USB കേബിൾ വഴി. എന്നിട്ട് ഓണാക്കിയപ്പോൾ ലൈറ്റ് കത്തി, കൂടെ ഹോം തിയേറ്റർ ബോർഡ് നിന്ന് കത്തി. അപ്പൊ സംഭവം ശരിയാണ്, അത് കത്തി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്ത് ലൈറ്റാ കൊടുത്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് 5 വോൾട്ട് അതിന്റെ താഴേക്കുള്ള ലൈറ്റാണ് കൊടുത്തതെങ്കിൽ അത് നിന്ന് കത്താൻ വകുപ്പില്ല, ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. അപ്പൊ എന്തോ ഒരു പവർ കൂടിയ ലൈറ്റ് എന്തോ കൊടുത്തു, അല്ലെ റോങ് ആവുകയോ ഷോർട്ട് ആവുകയോ ചെയ്തപ്പോൾ ഹോം തിയേറ്റർ ബോർഡ് നിന്ന് കത്തിയിട്ടുണ്ടാവും. 5 വോൾട്ട് സെക്ഷൻ ഒക്കെ ഒന്ന് നോക്കുക, അപ്പൊ ശരിയാവും. അത് അങ്ങനെ അബദ്ധം ഇനി കാണിക്കാതിരിക്കുക. വോൾട്ടേജ് കറക്റ്റ് ആക്കി കൊടുക്കുക. 5 വോൾട്ടിന് താഴെ കൊടുത്താൽ കത്തൊന്നുമില്ല, കറക്റ്റായിട്ട് കത്തും, ലൈറ്റ് കത്തും. അടുത്ത കമന്റ് ബിജു സിറാജ് എന്ന ആളുടെയാണ്. പുതിയ വീട് ഉണ്ടാക്കിയോ? നെക്സ്റ്റ് മൺഡേ കമന്റ് ബോക്സ് എപ്പിസോഡിൽ പറയണേ. ഇതാണ് പുതിയ വീട് എന്ന് തോന്നുന്നല്ലേ? ഇത് പുതിയ വീടല്ല, പുതിയൊരു വാടക വീടാണ്. അന്ന് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചൊരു ചെറിയ വീടുണ്ട്, ഇതും അതുപോലെ ചെറിയ വീടാണ്. ഇതാണ് ഇപ്പൊ താമസിക്കുന്ന വീട്. അപ്പൊ ഇത് വാടക വീട് തന്നെയാണ്, ചെറിയ വാടകയ്ക്കുള്ള വീടാ. പഴയ വീടിന് അവിടെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് മാറിയതാ. ഇതാണ് എന്റെ വർക്ക് ടേബിൾ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വർക്ക് ചെയ്യുക, ഇവിടുന്ന് ഷൂട്ടിങ്. ഇത് കണ്ടോ, ട്യൂബൊക്കെ വെച്ച് കെട്ടിയതാണ് നമ്മളെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കണ്ട സെറ്റപ്പിലൊക്കെ ഇരുന്നുകൊണ്ടാണ് ഞാൻ എന്റെ ഈ ചാനലും കാര്യങ്ങളും വർക്കും ജീവിതവും എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ, വീട് മാറിയിട്ടൊന്നുമില്ല. മാറണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മള് മുൻപ് പറഞ്ഞ പോലെ തന്നെ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഒക്കെ ശരിയാവുന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ ഇന്നത്തെ കമന്റ് ബോക്സിൽ ഈ 10 കമന്റ്സ് ഉള്ളൂ. അപ്പൊ കൂടുതൽ വെറൈറ്റി കമന്റ്സുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ചത്തെ കമന്റ് ബോക്സിൽ കാണാം.